ഒരു സാധാരണക്കാരനായി അയാൾ വീണ്ടും എത്തുകയാണ്. രഘുവരനെ പോലെ, തമിഴിനെ പോലെ, കർണനെ പോലെ ഒരു ഓർഡിനറി മാനായി, നാട്ടുംപുറത്തുകാരനായി. തന്റെ ഗ്രാമത്തിൽ കണ്ട മനസ്സിൽ പതിച്ച കഥാപാത്രങ്ങളെ ആസ്പദമാക്കിയ ഒരു സിനിമ. സിമ്പിൾ പ്ലോട്ടിൽ ഒരു സാധാരണ പടം. ധനുഷിന്റെ ഇഡ്ലിക്കടൈ. ധനുഷ് സംവിധാനം ചെയ്യുന്ന 4ാമത്തെ സിനിമയാണ് ഇഡ്ലിക്കടൈ. അതിൽ താൻ തന്നെ നായകനാകുന്ന 2ാമത്തെ ചിത്രവും. ഈ വർഷം ധനുഷ് സംവിധാനം ചെയ്യുന്ന 2ാമത്തെ സിനിമ കൂടിയാണ് ഇഡ്ലിക്കടൈ. അവസാനമായി അദ്ദേഹത്തിന്റെ സംവിധാനത്തിലെത്തിയത് യുവതാരങ്ങളെ അണിനിരത്തിയ നിലവുക്ക് എന്മേൽ എന്നടി കോപമാണ്. സിനിമയിലെ ഗാനങ്ങൾ ഏറെ തരംഗമുണ്ടാക്കിയെങ്കിലും തിയേറ്ററിൽ ചിത്രം പരാജയമായി. കഴിഞ്ഞ വർഷം ഇറങ്ങിയ റായനാകട്ടെ ധനുഷിന്റെ സംവിധാന അഭിനയ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. 154 കോടിയാണ് റായൻ ആഗോളതലത്തിൽ നേടിയത്. പിന്നാലെ താൻ നായകനായി എത്തിയ ശേഖർ കമുലയുടെ കുബേരയും 100 കോടി മാർക്ക് കടന്നിരുന്നു. ഇഡ്ലിക്കടൈ എത്തുമ്പോൾ ഹാട്രിക് ആകും ധനുഷിന്റെ ലക്ഷ്യം. ധനുഷ് ആദ്യമായി സംവിധാനം ചെയ്യുന്നത് 2017-ലാണ്. കോമഡി ഡ്രാമ ഓണറിലെത്തിയ സിനിമയിൽ രാജ് കിരൺ, രേവതി എന്നിവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ചിത്രത്തിലെ താരങ്ങളുടെ പെർഫോമൻസ് ഏറെ അഭിനന്ദിക്കപ്പെടുകയും സിനിമ ഹിറ്റടിക്കുകയും ചെയ്തു. പിന്നീട് 7 വർഷത്തിന് ശേഷമാണ് ധനുഷ് വീണ്ടും സംവിധാന രംഗത്തേക്ക് തിരിഞ്ഞത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ റായനിലൂടെ അദ്ദേഹം സൂപ്പർ ഹിറ്റ് അടിച്ചു. ഇക്കൊല്ലം ഇറങ്ങിയ നിലവുക്ക് എന്മേൽ എന്നടി കോപമാകട്ടെ പരാജയമായി. 4ാമത്തേത് ഇഡ്ലിക്കടൈ. കോമഡി ഡ്രാമ, ആക്ഷൻ ത്രില്ലർ, റോംകോം, വ്യത്യസ്ത യോണറുകളാണ് പുറത്തിറങ്ങിയ 3 സിനിമകളും. ഇഡ്ലിക്കടയിലും ആ വ്യത്യസ്തത കാണാം. ഇമോഷണലി കണക്ട് ചെയ്യിക്കുന്ന ഡ്രാമയാകും സിനിമ. 2024-ലാണ് ഇഡ്ലിക്കടൈ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നത്. സംവിധാനം ചെയ്ത നായകനാകുന്ന ചിത്രത്തിൽ സഹനിർമ്മാതാവ് കൂടിയാണ് ധനുഷ്. നായികയായി എത്തുന്നത് നിത്യ മേനനാണ്. തിരുച്ചിന്തമ്പലത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുന്ന സിനിമ കൂടിയെന്ന പ്രത്യേകതയും ഇഡ്ലിക്കടൈക്കുണ്ട്. ധനുഷ് നിത്യ കോംബോ അന്നേറെ കയ്യടി വാങ്ങിയിരുന്നു. ഇഡ്ലിക്കടൈ ട്രെയിലറിലും ഇരുവരുടെ കോംബോ പ്രതീക്ഷ നൽകുന്നുണ്ട്. അരുൺ വിജയ്, സത്യരാജ് എന്നിവരും സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നു. GV പ്രകാശ് കുമാറാണ് സിനിമയ്ക്ക് സംഗീതമൊരുക്കുന്നത്. വ്യത്യസ്ത ഗെറ്റപ്പുകളിലാണ് ധനുഷ് സിനിമയിൽ എത്തുന്നത്. സ്വന്തം നാട്ടിൽ നിന്ന് നല്ലൊരു ജോലി തേടി പുറത്തേക്ക് പോകുന്നവർക്ക് റിലേറ്റബിൾ ആയ ഒരു സിനിമയായിരിക്കും ഇഡ്ലിക്കടൈ എന്നാണ് ധനുഷ് പറയുന്നത്. ഒക്ടോബർ 1-നാണ് ചിത്രത്തിന്റെ റിലീസ്. പല വിവാദങ്ങളുടെയും വിമർശനങ്ങളുടെയും പേരിലാണ് ധനുഷ് ഈയിടെ എല്ലാം ചർച്ചാ വിഷയമായത്. അതിലേക്കുള്ള അവസാന എൻട്രി ആയിരുന്നു ഇഡ്ലിക്കടയുടെ ഇവന്റിലെ അദ്ദേഹത്തിന്റെ പരാമർശം. കുട്ടിക്കാലത്ത് ഇഡ്ലി വാങ്ങി കഴിക്കാൻ പോക്കറ്റ് മണി കണ്ടെത്താനായി പൂക്കൾ വിറ്റിരുന്നു എന്നായിരുന്നു കുറച്ച് ദിവസം മുൻപ് അദ്ദേഹം പറഞ്ഞത്. അതിവേഗം അത് സമൂഹ മാധ്യമങ്ങളിൽ പടർന്നു കയറി. സംവിധായകൻ കസ്തൂരി രാജയുടെ മകനായിട്ടും ഇഡ്ലി വാങ്ങാൻ പോലുമുള്ള പണം കയ്യിലില്ലായിരുന്നോ? അത്രയ്ക്ക് ദാരിദ്ര്യത്തിലായിരുന്നു ധനുഷ്. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട ഏവരും ഏകസ്വരത്തിൽ ചോദിച്ചത് ഇതായിരുന്നു. ഇല്ലായ്മ പറഞ്ഞ് ആളുകളുടെ പ്രീതി പിടിച്ചുപറ്റുകയാണ് ധനുഷ് എന്ന വിമർശനം ഇതോടെ വ്യാപകമായി. അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം നടന്ന പ്രീ റിലീസ് ഇവന്റിൽ താൻ പറഞ്ഞതിൽ കൂടുതൽ വ്യക്തത വരുത്തുകയും ചെയ്തു ധനുഷ്. 1983-ലാണ് താൻ ജനിക്കുന്നത്. 1991-ലാണ് അച്ഛൻ കസ്തൂരി രാജ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്നത്. വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ താനടക്കം 4 മക്കൾക്കും വിദ്യാഭ്യാസത്തിനാണ് മുൻഗണന നൽകിയത്. അതുകൊണ്ട് പോക്കറ്റ് മണിക്കായി ജോലി ചെയ്യേണ്ടി വന്നു. ഏകദേശം 1995-ഓടെയാണ് സാമ്പത്തികമായി മെച്ചപ്പെടുകയും നല്ലൊരു ജീവിതം ലഭിക്കുകയും ചെയ്തതെന്നാണ് ധനുഷ് പറയുന്നത്. നടൻ എന്നതിനപ്പുറം സിനിമയ്ക്ക് അകത്തും പുറത്തും പല റോളുകളിൽ ധനുഷ് എത്തിയിട്ടുണ്ട്. ഗായകൻ, ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ്, കൈവച്ച മേഖലയെല്ലാം അയാൾ തന്റെ കഴിവ് പ്രകടമാക്കിയിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ബോളിവുഡിലും ഹോളിവുഡിലുമെല്ലാം ധനുഷ് എന്ന പേര് മുഴങ്ങിക്കേട്ടു. ഏത് വേഷവും ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റിയാണ് അദ്ദേഹത്തെ ഗ്ലോബൽ താരമാക്കുന്നത്. താടി വെടിച്ചാൽ ചെറുപ്പക്കാരനാകാനും കുറ്റിത്താടി വെച്ചാൽ വൃദ്ധനാകാനും ധനുഷിനല്ലാതെ മറ്റാർക്ക് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ സാധിക്കും? ആടുകളവും വടാച്ചെന്നയും ഗ്രേമാനും ആ വേഴ്സറ്റാലിറ്റി വ്യക്തമാക്കുന്നു. നടനെന്ന ലേബലിൽ ഒതുങ്ങാതെ മറ്റു പലതിലേക്കും അയാൾ ചേക്കേറുകയാണ്. ഹിറ്റുകൾ ധനുഷിനെ തേടിയെത്തട്ടെ. സംവിധായക കുപ്പായത്തിൽ അദ്ദേഹം ശോഭിക്കട്ടെ.